തൃശൂരിലെ അടാട്ട് പഞ്ചായത്ത് തിരിച്ചുപിടിക്കാൻ മുൻ MLA അനിൽ അക്കരയെ കളത്തിലിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. ഒരു അപ്രതീക്ഷിത നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായി. അടാട്ടിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് അനിൽ അക്കര. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF-നായിരുന്നു പഞ്ചായത്തിൽ ജയം. അപ്പോൾ ആ പഞ്ചായത്ത് തിരികെ പിടിക്കുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസിനുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുൻ MLA ശബരിനാഥിനെ ഇറക്കിയതിന് പിന്നാലെ ചടുലമായ രാഷ്ട്രീയ നീക്കത്തിലൂടെ മുൻ MLA അനിൽ അക്കരയും മത്സര രംഗത്തെത്തിക്കുകയാണ് കോൺഗ്രസ്. LDF-ന്റെയും CPIM-ന്റെയും കുത്തക പഞ്ചായത്തായ അടാട്ട് തിരിച്ചുപിടിക്കുകയാണ് ലക്ഷ്യം. 2 തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള അനിൽ അക്കരെ അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ചുമതലകളും നിർവഹിച്ചിട്ടുണ്ട്. 2016-ൽ വടക്കാഞ്ചേരി നിയമസഭാ സീറ്റിൽ മത്സരിച്ച് വിജയിച്ച അനിൽ അക്കര 2021-ൽ പരാജയപ്പെട്ടു. 2020-ൽ പഞ്ചായത്തിൽ LDF വിജയിക്കുകയും അനിൽ മുമ്പ് മത്സരിച്ചിരുന്ന സീറ്റിൽ BJP വിജയിക്കുകയും ചെയ്തതോടെ അടാട്ട് UDF-ന് വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. നഷ്ടമായ പഞ്ചായത്തും സീറ്റും തിരികെ പിടിക്കുന്നത് ലക്ഷ്യമിട്ടാണ് KPCC വൈസ് പ്രസിഡന്റ് കൂടിയ അനിൽ അക്കര ഇക്കുറി വീണ്ടും മത്സരത്തിനിറങ്ങുന്നത്. പക്ഷെ എൻ്റെ വിജയങ്ങൾ, എൻ്റെ ജീവിതം അടാട്ടിൻ്റെ മണ്ണുമായി ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ അടാട്ടുകാർ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അത് തിരിച്ചു പിടിക്കാൻ. ഞാൻ അതുകൊണ്ട് തന്നെ അടാട്ടേക്ക് മടങ്ങിപ്പോവുകയാണ്. അടാട്ടിൻ്റെ വിജയം ലോകത്തിന് സമ്മാനിക്കാനും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക്, തൃശ്ശൂർ ജില്ലയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കും തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും പഴയകാല പ്രതാപത്തിലേക്ക് മടങ്ങി വരാൻ ഒരുപക്ഷെ എൻ്റെ പുറംതോൾ അല്ലെങ്കിൽ എൻ്റെ പുറം ഒരു ചവിട്ടുപടി ആകണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഞാൻ അടാട്ടേക്ക് പോകുന്നത്. അനിൽ അക്കരയുടെ സ്ഥാനാർത്ഥിത്വം ആവേശത്തോടെയാണ് പ്രവർത്തകരും ഏറ്റെടുക്കുന്നത്. പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രചാരണത്തിലും സജീവമാവുകയാണ് അനിൽ അക്കര. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.